Let's discuss question number 17. നോക്കൂ, assume a living cell with 0.9% weight to weight of glucose solution. അല്ലെ, ഈ സെല്ലിനെ this cell is immersed in another solution having equal mole fraction of glucose and water. നോക്കൂ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അവര് സൊല്യൂഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് അതിന്റെ ഓസ്മോസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇനിഷ്യലി തന്നിരിക്കുന്ന സെല്ലിന്റെ അല്ലെ, ആ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. ലെറ്റ്സ് ഡ്രോ ലൈക്ക് ദിസ്. അപ്പോ ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സൊല്യൂഷനകത്തേക്ക് ഒരു സെല്ല് ഇടുകയാണ്. ആ സെല്ലിന്റെ വെയിറ്റ് പെർസെൻറ്റേജ് 0.9 വെയിറ്റ് ടു വെയിറ്റ്. ഇട്ടത് എവിടേക്കാണ്? ഇട്ടത് ഈ സൊല്യൂഷനിലേക്കാണ്. ഈ സൊല്യൂഷനിൽ നമുക്ക് രണ്ടുപേരുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ. അവരുടെ എമൗണ്ട് എങ്ങനെയാണ് നോക്കൂ. അവരുടെ എമൗണ്ട് നമ്മൾ നോക്കിയാൽ ഈക്വൽ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇയാളുടെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്, ഇയാളുടെ നമ്പർ ഓഫ് മോൾസും 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ വെയിറ്റ് 180 ഗ്രാമും അല്ലെ, വാട്ടറിന്റെ വെയിറ്റ് 18 ഗ്രാമും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ what is the weight percentage in this case? Weight percentage in this case will be equal 180 divided by total 180 plus what comes 18 into എന്നാ വരും മക്കളെ 100 അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ എഴുതാം 180 divided by 200 almost 200 into what 100 അല്ലെ. നമുക്ക് 100ഉം ഇതും ക്യാൻസൽ ആയി. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് 90% എന്നാണ്. 90% വെയിറ്റ് ടു വെയിറ്റ്. നോക്കണേ, നമ്മൾ ഇനിഷ്യലി എടുത്തത് 0.9 ആണ്, പക്ഷെ അയാളെ നമ്മൾ ഇട്ടിരിക്കുന്നത് 90% വെയിറ്റ് ടു വെയിറ്റിലേക്കാണ്. അപ്പൊ പുറത്തുള്ള കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ഓസ്മോസിസ് വിൽ ടേക്ക് പ്ലേസ് ഫ്രം അല്ലെ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പൊ ഉള്ളിലുള്ള വെള്ളമെല്ലാം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ നമ്മളെ സെല്ല് ശ്രിങ്ക് ആവും. അപ്പൊ സെല്ല് ശ്രിങ്ക് ആവും എന്ന ഓപ്ഷൻസ് നമുക്ക് കുറെ ഉണ്ട്. പക്ഷേ അതിന്റെ വെയിറ്റ് പെർസെൻറ്റേജ് അവർ തന്നിരിക്കുന്നത് എന്തല്ല, കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് പെർസെൻറ്റേജ് അല്ല. അതുകൊണ്ട് നമ്മളുടെ ഓപ്ഷൻ ഇതൊരു ബോണസ് ആയി വരികയുള്ളൂ. പിന്നെ NTA പറഞ്ഞിരിക്കുന്ന കീ പ്രകാരം ഷോ നോ ചേഞ്ച് എന്നാണ്. ഒരിക്കലും അത് ആൻസർ ആയി വരികയില്ല. Okay, so NTA will make further correction on that.